ഈ വാർത്ത സംഘപരിവാർ കേൾക്കണം, മറ്റുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. ഇന്ത്യയിലുണ്ടായതിന് അമേരിക്കയിൽ കിട്ടിയ തിരിച്ചടിയാണിത്. 2024 ടെക്സാസിലെ ഹൂസ്റ്റൺ, അവിടെ ഒരു ഹനുമാൻ പ്രതിമ, വേണമെങ്കിൽ പറയാം ലോകത്തിലെ ഏറ്റവും നീളമുള്ളത്, 90 അടിയാണ് അതിൻ്റെ ടോട്ടൽ നീളമെന്ന് പറയുന്നത്. ഏകദേശം 27 മീറ്റർ. അത് ഹൂസ്റ്റണിൽ ഷുഗർലാൻഡ് എന്ന് പറഞ്ഞ ഒരു നദിയുടെ സൈഡിലായിട്ടാണ് ഏകദേശം 10-70 ഏക്കർ സ്ഥലത്ത് ഹനുമാൻ ടെമ്പിളും എല്ലാം കൂടെ ചേർത്ത് ഇത് വലിയ രീതിയിൽ 2024 ഈ അമേരിക്കയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇതിൻ്റെ ഇനാഗുറേഷൻ നടന്നത്. ഇനാഗുറേഷൻ സമയത്ത് അവിടെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ലീഡേഴ്സ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, അവരെല്ലാം പങ്കെടുത്ത ഒരു ഫങ്ഷനാണ് അവിടെ ഉണ്ടായത്. ഇന്നും ഓർമ്മയുണ്ട് ആ സംഭവം. ഇന്ത്യൻ മീഡിയ, അമേരിക്കയിലുള്ള ഈ ഇന്ത്യക്കകത്ത് ഇന്ത്യൻ കൺസേൺഡ് ആയിട്ടുള്ള അവിടെയൊക്കെ ഈ വലിയ വാർത്തയായിട്ട് വന്നു. അവിടുത്തെ അമേരിക്കൻ മീഡിയ ഒന്നും വലിയ നാഷണലായിട്ട് ഇതിന് പ്രാധാന്യം കൊടുത്തില്ല. അതായത് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ അതെല്ലാം കൂടെ ചേർന്ന് വെച്ചാണ് ഈ സംഭവം വലിയ സംഭവമായിട്ട് അങ്ങ് മാറിയത്. അതൊരു ഇന്ത്യക്കാരുടെ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനും കൂടായി മാറി. അപ്പോൾ ആ സമയത്തൊക്കെ ചില അമേരിക്കൻസ് മങ്കീസ് ഡോഗ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കളിയാക്കി, ഹനുമാൻ്റെ രൂപം എല്ലാം കൂടെ കണ്ടിട്ട്. ഈ അടുത്ത സമയത്ത് 2 ദിവസം മുമ്പ് ഈ ടെക്സാസിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കാൻ പോകുന്ന കോൺഗ്രസ് ഹൗസിൻ്റെ അകത്ത് ആൾ ഡുക്കെ, അയാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതായത് എക്സ് പ്ലാറ്റ്ഫോമിൽ, പഴയ ട്വിറ്ററിൽ, അമേരിക്കയിൽ ഇതേപോലെയുള്ള ഹിന്ദു ഐഡിയൽ വേർഷിപ്പ് ഇതിൻ്റെ ആവശ്യമില്ല, അത് പൊളിച്ചു കളയാൻ. സംഘപരിവാർ ഞാൻ ഇത് കേൾക്കേണ്ട സംഭവമാണ്. അമേരിക്കയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്, പ്രത്യേകിച്ച് ടെക്സാസ് ആണെങ്കിൽ നല്ലപോലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുള്ള സ്ഥലവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് തമാശ. അവരെല്ലാം ഛത്തീസ്ഗഡിലെ ഓരോ പാസ്റ്റർമാരെ തല്ലിയതും രാജസ്ഥാനിലെ ഇഷ്യൂ ഇതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരായി വരുത്തി വെച്ചത്? ഇതിനെപ്പറ്റി ഒരു ഹീറ്റഡ് ഡിസ്കഷനായി മാറി. അവർ പറയുന്നത് അമേരിക്ക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ നേഷനാണ്. അവിടെ ഈ ഫാൾസ്, അതായത് തെറ്റായ രീതിയിൽ കള്ളത്തരം പറയുന്നത് ഇതേപോലൊരു ദൈവം, അതായത് നിങ്ങൾക്കറിയാം അനുരാഗ് ഠാക്കൂറൊക്കെ എന്താ ഇതിനെപ്പറ്റി പറയുന്നത്. ആ ഒരു ദൈവത്തിന് അമേരിക്കൻ മണ്ണിൽ ആവശ്യമില്ല, എടുത്ത് പൊളിച്ച് കളയാൻ. ഇത് പൊളിച്ചിട്ടാണ് നദിയിൽ ഒഴുക്കാനാണ് പറയുന്നത്. ഇതിനാരാ കാരണക്കാര്? ഈ പെട്ടെന്ന് 2024 ഇന്ന്, അതായത് ഈ ഇഷ്യൂ വരുന്നിടം വരെ പ്രശ്നമേ ഇല്ലായിരുന്നു അവിടെ. ഇപ്പോഴീ പ്രശ്നം ഉയർന്നു വരാൻ കാരണം എന്ത്? ഇതല്ലേ ഞാൻ പറഞ്ഞത്, ഇവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഗ്ലോബലാകും. അവിടെയുള്ള ഇന്ത്യക്കാരെയും ഹിന്ദുക്കളെയും അത് ബാധിക്കും. ഞാൻ പറയുന്നത് അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യത്താണ് ഇതുണ്ടായത് 2 ദിവസം മുമ്പ്. ഇന്ത്യക്കാരെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് അമേരിക്കൻ കൾച്ചറിൻ്റെ ഭാഗമാണ്, അമേരിക്കൻ സെക്യുലറിസത്തിൻ്റെ ഭാഗം, അവരൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടെ പോലുള്ള ക്രിസ്ത്യൻ ബ്രദേഴ്സ്, അതായത് ക്രിസ്ത്യാനികളെ, അവരുടെ സഹോദരന്മാരെ എന്തുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കുന്നില്ല? ഇവിടെ എന്തോ ടെമ്പിളും അതും ഇതും ഉണ്ടാക്കാൻ ഇവിടെ വരുന്നത്, നിങ്ങൾ അവിടെ പോയി ചെയ്തു, വേണമെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോയിക്കോ. ആരാ ഇത് വരുത്തി വെച്ചത്? ഈ മരപ്പൊട്ടന്മാരായ സംഘപരിവാർ. അതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട് ടെക്സാസിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മെസ്സേജ് കാണുമ്പോഴാണ് തമാശയെന്ന് പറയുന്നത്. ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അതായത് ഇന്ത്യയിലുള്ള ഈ കേരളത്തിലുള്ള സംഘപരിവാറുകാർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് എവിടൊക്കെ ലോകം മുഴുവനും കറങ്ങി. ഇത് ആ ഡിജിറ്റൽ വേൾഡാണ്. ഇതുണ്ടായിട്ട് ഇത്ര ദിവസമേ ആയുള്ളൂ. അതിനുശേഷം ഈ പെന്തക്കോസുകാരുടെ പള്ളികളിലൊക്കെ പോയി അടിയും പിടിയും ബഹളം ഇതൊക്കെ ഇതങ്ങ് പോവുക. ഇതാണ് അവിടെ കിട്ടിയത്. എന്ത് ചെയ്യുക സംഭവം? ഇതിനെപ്പറ്റി ഡിബേറ്റ് നടക്കുവാണ്. അതായത് അവിടെയുള്ള ടെക്സാസിൻ്റെ മുനിസിപ്പാലിറ്റിയും കമ്മീഷനും ഒക്കെ കത്ത് കൊടുത്തിരിക്കുകയാണ്, ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത്, അത് പൊളിച്ചു കളയാൻ.
ഇവിടെ ഈ പറയുന്ന 90 അടിയുള്ള സാധനമൊന്നും ഇവിടെ വേണ്ട. ഇവിടെ അങ്ങനെ ടെമ്പിളിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് വേണമെങ്കിൽ അവർക്കത് ഇന്ത്യയിൽ പോയി ചെയ്യാം. അവിടെ മാത്രമല്ല, ഇത് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ പല ഭാഗത്തും ഇതേപോലെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റീസിന് പല ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ പലയിടത്തും പോയിട്ടുണ്ട്. എനിക്ക് അവിടെ ഒരുപാട് എല്ലാവരും സുഹൃത്തുക്കളുണ്ട്. എൻ്റെ അത് ഹിന്ദു എന്നോ ക്രിസ്ത്യാനിന്നോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അത് പോകാൻ നേരത്തെ അവിടെ പോകും. അപ്പം അവരെയൊക്കെ ഇത് ബാധിക്കാൻ പോവുക. ചിലപ്പോൾ അമേരിക്ക ഇനി കാവ്യ കൊടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ആ രീതിയിലാക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഇത് ചെറിയൊരു ഇഷ്യൂ അല്ല ഈ സംഭവം ഉണ്ടാകുന്നത്. പല ആൾക്കാരെയും പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെ ബൈബിൾ വലിച്ചു കയറി ആ സ്ത്രീകളെ അടിക്കുന്നു, അവരുടെ പള്ളി നശിപ്പിക്കുന്നു. അതിനൊക്കെ തിരിച്ചവിടെ കിട്ടുക. ഇതാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും അതിനൊക്കെ ഫണ്ട് ചെയ്യുന്ന അമേരിക്കയിലുള്ള ഹിന്ദുക്കളാണ്. കാരണം അവർ വളരെ ദലീര റിച്ചുമാണ്. ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും റൺ ചെയ്യാൻ എവിടുന്നായി പണം. അപ്പം അതിനൊക്കെ ഫണ്ട് വരുന്ന അവിടുന്ന് ഈ പറയുന്ന ഹൂസ്റ്റണിലുള്ള ഷുഗർലാൻഡിലുള്ള അവിടുന്നൊക്കെ ശരിക്കും പണം വരുന്നുണ്ട്, പല ഈ ഹനുമാൻ ടെമ്പിൾസിലോട്ടൊക്കെ റൺ ചെയ്യാൻ. കാരണം ഇതിനൊക്കെ ചിലവുകളുണ്ടല്ലോ, പഴയ പോലല്ല, ചിലവുകളുണ്ട്. അപ്പോൾ ഇത് മുഴുവനും റെസ്ട്രിക്ഷനിലോട്ട് കയറുക. അല്ലെങ്കിൽ ഇത്രയും നാൾ മോദിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ട്രംപുമായിട്ടുള്ള ഉടക്ക്, അതിനുശേഷം മനസ്സിലാക്കേണ്ടതാണ് അമേരിക്ക ഭരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്, ഏകദേശം കൺസർവേറ്റീവ് പാർട്ടിയാണ്. അവർ ഹാർഡ് കോർ ക്രിസ്ത്യൻ തോട്ട്സിൽ പോകുന്നവരാണ്. അവർക്ക് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഈ ഡെവലപ്മെൻറ്റ്സ് അവരൊരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അമേരിക്കയിലുള്ള ഹിന്ദുക്കളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കില്ല ഈ തോന്നലുണ്ടാകാം? ഇതൊക്കെയാണ് മൾട്ടിപ്പിൾ പല രീതിയിലുള്ള ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇത് ഗ്ലോബലായിട്ടുണ്ടാകും. അതായത് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയോ അടിക്കുകയും പിടിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ മറ്റുള്ളിടത്തുള്ള സാധുക്കളായ ഹിന്ദുക്കൾ, സാധുക്കളായ ഇന്ത്യക്കാർ അവരുടെ മേളിലോട്ടും തോളിലോട്ടും കയറാനൊക്കെ ഇടവരും. നിങ്ങൾ കണ്ടു കാണും ഒരു വീഡിയോ, UK നിഗൽ ഫരാഗയുടെ UK റിഫോംസ് പാർട്ടിയുടെ റാലിയുടെ സൈഡിൽ കൂടെ ഒരു ഇന്ത്യക്കാരി പെൺകുട്ടി നടന്നു പോയ സമയത്ത് പെട്ടെന്ന് ഇന്ത്യക്കാരി അവളെ ചേസ് ചെയ്യാൻ പോകുന്നു. അതാണ് ഈ ഫാർ റൈറ്റ് പാർട്ടി എന്ന് പറയുന്നത്. തീവ്ര വലതുപക്ഷമാണ്. അവർ ക്രിസ്ത്യൻ തോട്ട്സിൽ നിൽക്കുന്നവരാണ്. അവിടെയാണ് ഇതേപോലെയുള്ള ഇഷ്യൂ അവരുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ലോകത്തുള്ള എല്ലാ ഇന്ത്യക്കാരെയും ഇത് ബാധിക്കും. അതുകൊണ്ടാണ് ഡേ 1 ഓൺവേർഡ്സ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യണം. ഇതേപോലെയുള്ള തെരുവിലും പള്ളികളിലും ചർച്ചുകളിലും കയറി അടിക്കാൻ പോകരുത്. മറ്റേ ആ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അവരുടെ വീടുകൾ വെറുതെ കയറി ആക്രമിക്കാനും ബുൾഡോസർ വെച്ച് ഉടയ്ക്കാനും പോകരുത്. ഇതിനൊക്കെ നിങ്ങൾക്ക് പല ഇസ്ലാമിക രാജ്യങ്ങളിലും അടി കിട്ടും. അതല്ല ഇപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ഞാൻ കേട്ടിട്ട് പോലും ഇങ്ങനെ സംഭവം. ഇത്രയും നാളും ഞാൻ കേട്ടിട്ടില്ല ഏതെങ്കിലും ഇസ്ലാമിക മസ്ജിദോ മോസ്കിനെ അവർ അറ്റാക്ക് ചെയ്തതായിട്ട് പോലും. അതിലോട്ടാണ് ഈ സംഭവം കിടക്കുന്നത്. അതായത് തുടക്കമാണിത്. അമേരിക്കയിലുള്ള ഹിന്ദുക്കളെ ബാധിക്കത്തില്ല, ഇന്ത്യക്കാരെ ബാധിക്കത്തില്ല, അവർ സെറ്റിലായിട്ടുള്ള വർഷങ്ങളായിട്ട് ജനിച്ച് വളർന്നവരെ ബാധിക്കത്തില്ലേ, എല്ലാവരെയും ബാധിക്കും. ഈ രീതിയിലാണ് ഈ മരപ്പൊട്ടന്മാർ ഇന്ത്യയിലെ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ സ്വന്തമായിട്ട് പള്ളി അടിച്ച് തകർക്കുന്നു. അവർ തന്നെ വീഡിയോ ഉണ്ടാക്കി അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, അടിക്കുന്നു, പിടിക്കുന്നു, ഓടിക്കുന്നു, ബുൾഡോസർ വെച്ച് തകർക്കുന്നു. പാവം പിടിച്ചവനെല്ലാം അവിടെ കിടന്ന് അവർക്കിപ്പോൾ അമ്പലം പൊളിക്കും. ഈ പറയുന്ന ഹനുമാന്റെ ആ ടെമ്പിളും ഇതിനെ ക്വസ്റ്റ്യൻ മാർക്കായി, അതിനെ നിൽക്കുമോ നിൽക്കാതിരിക്കുമോ, ഈ രീതിയിലാണ് പോകുന്നത്. കാരണം അമേരിക്ക ഭരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ഇത് പറഞ്ഞിരിക്കുന്ന ആരാ? റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു സീനിയർ നേതാവാണ് പറഞ്ഞിരിക്കുന്നത് അത് പൊളിക്കാൻ. അമേരിക്കൻ ക്രിസ്ത്യൻ രാജ്യമാണ്, അവിടെ ഇത് നടക്കില്ല. ഇവിടെ സംഘപരിവാർ പറയുന്ന കാര്യമല്ല തിരിച്ചവിടെയും പറഞ്ഞത്. ഇതാണ്, ഇവിടെ കിട്ടിയാൽ അവിടെ കൊടുക്കും, അല്ല ഇവിടെ കൊടുത്താൽ അവിടെയും കിട്ടും. ഇതേ ഉള്ളൂ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്.